പൗരോഹിത്യത്തിൽ വിളങ്ങുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. പൗരോഹിത്യം എന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ്. ആ തിരുഹൃദയനാഥനിൽ നിന്ന് ആഴ്ന്നിറങ്ങിയ സ്നേഹം ആർസിലെ വിശുദ്ധ ജോൺ മരിയ വിയാനിയിൽ പ്രകടമായിരുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. വിശുദ്ധ കുമ്പസാരം വഴി ആർസിനെ അനുതാപ കേന്ദ്രമാക്കി മാറ്റിയ വിശുദ്ധനായ വൈദികനെ ഇന്ന് ഇടവക വൈദികരുടെ മധ്യസ്ഥനായി നാം വണങ്ങുന്നു. ഒരു വൈദികൻ യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള ഒരു ഇടനിലക്കാരനാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ വിവരിക്കുന്നു: ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പുരോഹിതന് നിൽക്കുന്നു. അനുഗ്രഹങ്ങളുടെ നീർച്ചാലൊഴുകുന്ന ദൈവകരുണയ്ക്ക് മുന്നിൽ കൂദാശകളിലൂടെ അനുദിനവും നിർജീവരായ പാപികളെ അവൻ പുനരുജ്ജീവിപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഉൾക്കൊള്ളുകയും അത് കൂദാശകളിലൂടെ പ്രകടമാവുകയുമാണ് ഓരോ പൗരോഹിത്യവും. ദൈവം സ്നേഹമാണ് എന്ന വചനത്തെ ആധാരമാക്കി പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും സ്നേഹിക്കുകയും വഴി ദൈവത്തെ നൽകുകയാണ് വൈദികർ ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിലൂടെയും വചനങ്ങളിലൂടെയും ഏറ്റുമുമ്പരിയായി കുരിശിലെ ബലിയിലൂടെയും ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ലോകത്തിന് ദൃശ്യമാക്കിയ ക്രിസ്തുവിനെ പോലെ അവൻ്റെ പിൻഗാമികളായ ഓരോ വൈദികനും തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം എന്ന സന്ദേശമാണ് വിശുദ്ധ ജോൺ വിയാനി ലോകത്തിൽ നൽകുന്നത്. ക്രിസ്തു എന്ന സ്നേഹത്തിൻ്റെ മുഖം എവിടെ ദൃശ്യമാകുന്നുവോ അവിടെ ഒരു യഥാർത്ഥ പുരോഹിതൻ ജനിക്കുന്നു. വിശുദ്ധ പീറ്റർ ബ്ലെയ്സ് പറയുന്നുണ്ട്: ദൈവസ്നേഹമില്ലാത്ത ഒരു വൈദികനെ വൈദികനെന്ന് വിളിക്കാമെങ്കിലും അയാൾ വൈദികനായിരിക്കുകയില്ല. വൈദികനായി ഒരാൾ അഭിഷേകം ചെയ്യപ്പെടുന്ന ദിനം മുതൽ അവൻ അവൻ്റേതല്ല, മറിച്ച് ദൈവത്തിൻ്റെതാണ്. ദൈവസ്നേഹപാത്രമാകുവാൻ അവൻ അൾത്താരമേശയിൽ രൂപീകരിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ ദിവ്യബലി സമാപിച്ചു ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ പോകുവിൻ എന്ന വൈദികൻ്റെ ആഹ്വാനത്തിൽ ഒരിക്കലും സമാപിക്കാത്ത തൻ്റെ ജീവിതം കൊണ്ടുള്ള ബലി അവിടെ ആരംഭിക്കുകയാണെന്നും നാം മനസ്സിലാക്കണം. ഈ ത്യാഗത്തിൻ്റെ ബലി സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായി സഭയിൽ എക്കാലവും തുടരുന്നത് പൗരോഹിത്യത്തിലൂടെയാണ്. എന്നാൽ ഇന്ന് വൈദികർ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വേദനാജനകമാണ്. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം: നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകൾ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹത്തിൻ്റെ ദൂതമായി സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന വൈദികർക്ക് മുന്നിൽ നടമാടുന്ന ചില പരാക്രമങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് പണ്ട് അവർക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട ചില വാതിലുകൾ. 2018 നവംബറിൽ ഉത്തർപ്രദേശിലെ വാരണാസി രൂപതാംഗമായ ഫാദർ വിനീത് വിൻസെൻ്റ് നടത്തുന്ന ഈശ്വർധാം എന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അതിക്രമിച്ചു കയറിയ തീവ്ര നിലപാടുകാർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ഇങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹവും കാരുണ്യവും പ്രാവർത്തികമാക്കുവാൻ ഇറങ്ങിത്തിരിച്ച കത്തോലിക്ക വൈദികർ ഒരു ഭാഗത്ത് ദരിദ്രരോടും രോഗത്തോടും പോരാടുമ്പോൾ മറുഭാഗത്ത് ക്രൂരമായ പീഡനങ്ങളും കള്ളക്കേസുകളുമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഈ യാതനകളുടെയും പീഡനങ്ങളുടെയും നടുവിൽ ക്ഷമിക്കുന്ന സ്നേഹം പകരുന്ന തിരുഹൃദയനാഥനാണ് ഒരു വൈദികൻ്റെ മാതൃക. തൻ്റെ ക്രൂശിതനായ ദൈവത്തെ സ്നേഹിക്കുന്നവന് നിന്ദനങ്ങളും വേദനകളും സ്വീകാര്യമാണ് എന്ന് വിശുദ്ധ ബെർണാഡ് എഴുതിയിരിക്കുന്നു. അവിടുന്ന് സ്നേഹത്തിൻ്റെയും അവിടുത്തെ സ്നേഹിക്കുന്നവൻ്റെയും മധ്യേ ഉരുത്തിരിയുന്ന പ്രകാശമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയ വിശുദ്ധ ജോൺ മരിയ വിയാനി എല്ലാ വൈദികർക്കും ഒരു ശാശ്വത മാതൃകയാണ്. ആയതിനാൽ വിശുദ്ധനെ അനുകരിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷികളാകുവാൻ എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.